സാമുദായിക സംഘടനകളുമായി നിലപാട് മയപ്പെടുത്തുമ്പോൾ കോൺഗ്രസിൽ ചർച്ചയാകുന്നത് ശക്തി കേന്ദ്രങ്ങളെ പറ്റിയാണ്. വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ? SNDP ആർക്കൊപ്പമാണ്? നമുക്കൊപ്പം SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തത്സമയം ചേരുകയാണ്. നമസ്കാരം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നല്ല സുഖം. രാവിലെ നടക്കാൻ ഭാവിച്ചപ്പോഴാണ് നിങ്ങളുടെ ആളുകൾ വന്നത്. അതുപോലെ നടക്കാൻ പോകുന്ന വേഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. വി.ഡി. സതീശനൊക്കെ പെട്ടെന്ന് പ്രതികരിക്കാനൊക്കെ വരുന്നത് കണ്ടു കാണുമല്ലോ അല്ലേ? കണ്ടു കാണും. പറഞ്ഞതല്ല പറയണത്, പറയാത്ത കാര്യമാണ് പുള്ളി പറയണോണ്ടിരിക്കുന്നത്. ഒരു കുറ്റബോധം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. കുറ്റബോധം അല്ലാതെ വേട്ടയാടുന്നുണ്ടോ വി.ഡി. സതീശനെ? എല്ലാവരും എത്രയോ കോൺഗ്രസ്സുകാർ എനിക്ക് പുള്ളി പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം എനിക്ക് ഇട്ടു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അപക്വമായ പ്രസ്താവനകളും അതിനുള്ള വിദ്വേഷങ്ങളും പല കോൺഗ്രസ് ഉന്നത നേതാക്കന്മാര് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞതിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് പൂർണ്ണമായ ബോധ്യത്തോടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പക്വതയോടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വി.ഡി. സതീശന് കഴിയുന്നില്ല. അതല്ലേ അങ്ങയുടെ വിമർശനത്തിന്റെ ഒരു കാതൽ? അതെ, സത്യമായിട്ടും അതാണ്. കാരണം രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനമായി വരുന്ന ആരായാലും അവരെല്ലാം കുറെ പക്വതയും മാന്യതയും അതുപോലെ അനുയായികളെ കൂടുതൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അവനാണ് നേതാവ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുയായികളെയല്ല ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് ഇവിടെ സാധിച്ചത്. അപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് ആരെപ്പറ്റി എന്തും പറഞ്ഞു കളഞ്ഞ് അങ്ങനെ അതിലൂടെ പ്രമാണിയാകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേര്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു വലയം അത് മാത്രമാണോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ? കുറ്റം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് പത്രങ്ങളിൽ ഹെഡിങ് വാങ്ങിച്ച് പ്രമാണിയാകുന്നു. പറയുന്നത് എന്താണെന്നും അതിന്റെ റിയാക്ഷൻ എന്താണെന്നും മനസ്സിലാക്കാതെ എവിടെ എന്തെല്ലാം വെറുപ്പുണ്ടോ സമൂഹത്തിൽ അത് നാക്കുകൊണ്ട് വിലക്ക് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് 58 വയസ്സുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. പലരുമായിട്ട് അടുക്കുകയും അതുപോലെ തന്നെ ശണ്ടയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരേ ഗാന്ധിയനാണെന്ന് പറയുകയും ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏത് തറവറ പറയാനും യാതൊരു മടിയില്ലാത്ത ഒരു തറ നേതാവെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. വി.ഡി. സതീശൻ പറഞ്ഞത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. താങ്കൾ എന്തോ രാഷ്ട്രീയ ഉദ്ദേശ്യം വെച്ച് വിമർശിക്കുന്നു എന്ന രീതിയിൽ ഒരു ആഖ്യാനമാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹത്തിന് സൗകര്യം പോലെ വാക്ക് മാറിയും മറിഞ്ഞും പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു സമുദായ നേതാക്കന്മാരുടെയും മത നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങുന്നതിനല്ലെന്നുള്ള പറഞ്ഞത് ഇന്നും നിങ്ങൾ ക്ലിപ്പായിട്ട് ഇന്നും ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ എവിടെ എല്ലാം കയറി മത നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരുടെയും എല്ലാം തിണ്ണനിറങ്ങുകയും ബിഷപ്പ് പാലസ് എല്ലാം കയറി ഇറങ്ങിയില്ലേ? അദ്ദേഹം പറയനും പറച്ചിലും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടാകും. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ വ്യാഖ്യാനിച്ച് പറയുന്നത് ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനെന്ന് പറയണത്. അങ്ങനെ ഉദ്ദേശമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുമെന്നുള്ള എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആളുകളെ നേതാവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന് ആസന്ന ഭാവിയിലൊന്നും കേരളത്തിൽ ഭരിക്കാനൊരു അവസരം ഉണ്ടാകുകയില്ല, ഉണ്ടാക്കി കൊടുക്കുകയല്ല ഇവർ തന്നെ. ഇപ്പൊ തന്നെ എത്ര പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്? 4-5 പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ നേതാവുണ്ടോ കോൺഗ്രസിനകത്ത്? അതായത് എല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയല്ലേ, ആരോട് എന്ത് ധിക്കാരവും. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപാട് പേർ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത്? ആരൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് രംഗത്തുള്ളത് താങ്കൾ കാണുന്നത്? ഞാൻ കാണുന്നത് ഇപ്പോ രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മുരളി, സതീശൻ, പിന്നെ പറയാനാണ് ഇനിയും ഉണ്ടല്ലോ ആള്, പിന്നെ വേണുഗോപാല്, അങ്ങനെ 4-5 പേരുണ്ട്. അവരുടെ എല്ലാം ഗ്രൂപ്പോടെ നിൽക്കുകയല്ലേ.
അപ്പോ ഈ പഴയ അതെ ഈ പഴയ നേരത്തെ നമ്മൾ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, വ്യക്തികളുടെ ഗ്രൂപ്പുകളാണല്ലേ കോൺഗ്രസിൽ? അതെ, പണ്ട് ഐ ഗ്രൂപ്പ് അങ്ങനെ 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഇപ്പോൾ വ്യക്തിയുടെ ഗ്രൂപ്പുകളാണ്. അത് 4-5 മന്ത്രിമാരാകാൻ, മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിനകത്ത് 4-5 പേരുകൾ ഗ്രൂപ്പുകളായി സൃഷ്ടിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനെ കണ്ടം തുണ്ടമായി മുറിച്ചുകൊണ്ട് അത് മുമ്പോട്ട് പോവുകയാണ്. അതിൽ ഓരോരുത്തരും അവരുടേതായ തുരുത്തുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഉപരിയെന്നും ഉള്ള അഹങ്കാരത്തോടുകൂടി അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന വി ഡി സതീശനെ കൊണ്ട് ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിനെ തിരുത്താൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പോലും സാധിക്കുന്നില്ലല്ലോ. അതൊരു ഗതികേടല്ലേ? ഒരു കോൺഗ്രസിനെ പറ്റിയ ഒരു ഗതികേട്, ഇങ്ങനൊരു ഗതികേട്, ഒരു നേതാവിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗതികേട് ഈ വർത്തമാന കാലത്തൊന്നും അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനകത്തുണ്ടായിട്ടില്ല. ഇത് എന്ത് പറഞ്ഞാൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിരിക്കും അടുത്ത മിനിറ്റിൽ വി ഡി സതീശൻ പറയുന്നത്. അങ്ങനെ എതിര് പറഞ്ഞ് സ്വന്തം അണികൾക്ക് എതിരായി പറഞ്ഞ്, അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ മറ്റു നേതാക്കന്മാരോ പറയുന്ന എതിരായി പറഞ്ഞുകൊണ്ട് പുള്ളി സർവജ്ഞനായി മാറാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ പത്രത്തിലെല്ലാം ന്യൂസ് വരാം, TV-കളിലെല്ലാം കാണിക്കാം. പക്ഷെ അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹം സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയും അത് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധിയോ അദ്ദേഹത്തിന് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ടുപേരും, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും, KC വേണുഗോപാൽ എന്തായാലും ദില്ലിയിലാണ്, ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്നു. അപ്പോൾ പ്രധാനമായും രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, ഈ 2 പേരാണ് 2026 UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു സാധ്യത മാത്രമാണ്. അപ്പോൾ എത്തുകയാണെങ്കിൽ 2 പേർ തമ്മിൽ ഇപ്പോഴേ മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ 2 പേരിൽ മെച്ചമാരാണ് എന്ന ഒരു ചോയ്സ് എടുക്കുമല്ലോ. അത് സമുദായ അംഗങ്ങളായാലും കോൺഗ്രസിന്റെ അനുഭാവികളും അണികളായാലും ഒക്കെ. അതിലാർക്കാണ് സാധ്യത? അതെ അല്ല, എന്തുകൊണ്ടും ഒരു നിഷ്പക്ഷമതികളായ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞാൽ എന്തുകൊണ്ടും പക്വതയും ഇരുത്തവും രാഷ്ട്രീയപരമായ ഉള്ള ഒരു ഇരുത്തം വന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ. അദ്ദേഹത്തിന് പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അഖിലേന്ത്യാ ലെവലിൽ തൊട്ട് പ്രവർത്തിച്ചുള്ള പാരമുണ്ട്. വളരെ ചെറുപ്പം തൊട്ട് മന്ത്രിയായിട്ടും വളർന്ന് നേതാവായിട്ടുള്ള ആളാണ്. സ്വയം പ്രവർത്തിച്ച് അദ്ദേഹം വളർന്നു വന്നു. അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രിയായി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായി വളർന്നു വന്ന അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഇന്ന് പറയാവുന്ന ഒരു കോൺഗ്രസ്സുകാരിൽ പൊതുജനങ്ങൾ പൊതുവെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ പക്വതയുള്ള മാന്യനായ, അനാവശ്യമായ വർത്തമാനം പറയാതെ മാന്യമായി സംസാരിക്കുകയും അതുപോലെ മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന, ദാർഢ്യമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വിനയമാണ് തന്റെ മുഖമുദ്രയെന്ന് കണക്കാക്കി സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തലയെങ്കിൽ, വെറുപ്പ് കൊടുത്ത് വെറുപ്പ് മാത്രം വാങ്ങുന്ന ഒരു നേതാവാണ് സതീശൻ. ഈ രണ്ടും തമ്മിൽ നോക്കിയാൽ കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട് 2 പേരും. രമേശ് ചെന്നിത്തല നേതാവാണ്, പക്ഷെ ആ നേതൃഗുണങ്ങളും ഒന്നും തന്നെ സതീശനിൽ കാണുന്നില്ല. സതീശൻ സ്വയം നേതാവാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ അദ്ദേഹം അടുത്ത പലതും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രിയാകാം. അതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഏതിനും ആര് പറയുന്നതിനും എതിരായി പറഞ്ഞുകൊണ്ട് ആ മുഖവും ഭാവവും ദാർഢ്യവും നമ്മൾ ദീവി കാണുന്നില്ല. ഇത്തരവും മുഖവും ഭാവവും ദാർഢ്യവുമായി പെരുമാറുന്ന ഒരു കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് എൻ്റെ 88ാമത്തെ വയസ്സാണ്. ഞാൻ ഒരുപാട് നേതാക്കന്മാരുമായിട്ട്, കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, അടുപ്പമുണ്ടായിരുന്നു. ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ദാർഢ്യവും അഹങ്കാരവും ഇതിന്റെ ആൾരൂപം മാറിയ സതീശനെ കൂട്ടുള്ള കോൺഗ്രസ് നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല.
അദ്ദേഹം തിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ NSSന്റെ കാര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ NSSന്റെ കാര്യത്തിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അന്ന് 2022 VD സതീശൻ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞത് തന്നെ വന്ന് കണ്ട് പിന്തുണ തേടിയതിന്റെ 24 മണിക്കൂർ ഇപ്പുറമാണെന്ന് പറവൂരിൽ പോയി പറയുകയാണ് G സുകുമാരൻ നായർ ചെയ്തത്. പക്ഷേ ഇന്നലെ രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി സമ്മേളനത്തിൽ പ്രഭാഷകനായി ക്ഷണിക്കുമ്പോൾ അതിനുശേഷം വരുന്ന VD സതീശന്റെ പ്രതികരണം NSSന്റെ നിലപാട് സംഘപരിവാറിന് വിരുദ്ധമായ നിലപാട് എക്കാലവും എടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് NSSനെ മയപ്പെടുത്താൻ അല്ലെങ്കിൽ താൻ നടത്തിയ പ്രസ്താവനകളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നുള്ള ഒരു സൂചന നൽകാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ VD സതീശന് പൊള്ളുമെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ, വൈകുന്ന വിവേകത്തിന് നമുക്ക് സ്തുതിക്കാം. കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും വിവേകം ഉണ്ടായല്ലോ അദ്ദേഹത്തിന്. സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ സ്വയം പ്രാണിയായി മാറുന്നു എന്നുള്ള ആ ബോധം വൈകിയെങ്കിലും ഉണ്ടായല്ലോ. ചങ്ങനാശ്ശേരിയല്ല, ആരെയാണ് സ്വന്തം തന്തയെ വരെ തള്ളിപ്പറയാൻ മടിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനൊക്കെ ആരെയാണ് തള്ളാറുള്ളത്? കേരളത്തിലുള്ള സമുദായ നേതാക്കന്മാരെ എല്ലാവരും തള്ളിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം തള്ളി താര ഒറ്റയ്ക്കായി എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇപ്പൊ തിരുത്താനും മയപ്പെടുത്താനും ശ്രമിക്കുന്നുവെങ്കിൽ നല്ലത് തന്നെ. നയം മാറ്റുന്നു എങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം പറയാനില്ല. കാരണം ഒരുപാട് തെറ്റുകളും ശരികളും എല്ലാം ചെയ്യുന്ന ആളാണ് സമൂഹം. തെറ്റ് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താനുള്ള വിവേചന ബുദ്ധി സതീശനുണ്ടായാൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നല്ലതാണ്. അതല്ല അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ട് മുമ്പോട്ട് പോകുമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം സർവനാശത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളമാണിത്, പ്രബുദ്ധമാണ്, വിദ്യാഭ്യാസപരമായി പ്രബുദ്ധരായ ജനങ്ങളുള്ള ഈ കേരളത്തിൽ ദാർഢ്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്വരത്തിൽ സംസാരിച്ചാൽ അതൊന്നും ഉൾക്കൊള്ളുന്ന സമൂഹമല്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ഒരു ടേം കഴിയുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടായി അടുത്ത മുന്നണി അധികാരത്തിൽ വരുന്നതാണ് നമ്മൾ കേരളത്തിൽ ഈ സമീപകാലത്തെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു മാറ്റം വന്നത് രണ്ടാം പിണറായി സർക്കാർ വരുന്നു, ഒരു തുടർ ഭരണം ലഭിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത തവണ അധികാരത്തിലെത്തണമെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായി ഉപയോഗിക്കാൻ UDFന് കഴിയണം. നിലവിലത്തെ സാഹചര്യത്തിൽ താങ്കൾ അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ 2026 UDF അധികാരത്തിൽ വരാൻ? ഒരു കാരണവശാലും കാണുന്നില്ല. LDFന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ന് സത്യം പറഞ്ഞാൽ UDFന്റെ ബലഹീനതയാണ്. കാരണം ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഇന്നത്തെ ഭരണത്തിൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മെച്ചമായൊരു ഭരണം രണ്ടാം പിണറായി സർക്കാരിനെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം പകലുപോലെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനിയും ഈ ഭരണം തുടരുമെന്നതാണ് എന്റെ വിശ്വാസം. കാരണം പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായി സതീശൻ നിന്നുകൊണ്ട് ഈ കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന് എവിടെ ഭൂരിപക്ഷം കിട്ടും? കോൺഗ്രസ് അല്ല ഇനി കിട്ടാനുള്ള സാധ്യത എവിടെ നിന്നാണ്? ഇവിടെ BJP സീറ്റ് കിട്ടും. ലീഗിന് അവരുടെ സീറ്റുകളൊക്കെ കുറപ്പിക്കാൻ സാധിച്ചേക്കും. അവരുടെ ആ കെട്ടുറപ്പും സംവിധാനം അതാണ്. പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെ കെട്ടുറപ്പില്ല, ഇവിടെ ഒരു നേതാവില്ല. ഞാൻ പറഞ്ഞില്ലേ, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിനകത്തുള്ള എല്ലാവരും നേതാക്കന്മാരാണ്, അനുയായികളില്ല. ഈ നേതാക്കന്മാരായി നിന്നുകൊണ്ട് ഇങ്ങനെ കൂട്ടക്കലഹങ്ങളും തമ്മിലടിയും നടക്കുമ്പോൾ അതിലൂടെ സ്വയം നശിക്കുന്നത് കോൺഗ്രസും. അതിന്റെ ഗുണം LDFന് അടുത്ത ഭരണത്തിൽ കിട്ടും. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇവിടെ ഇപ്പോൾ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഇവിടെ ഇപ്പോൾ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അതായത് BJP ഘട്ടം ഘട്ടമായി അവരുടെ വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടുവരുന്നു. തൃശൂർ ലോക്സഭാ സീറ്റ് ജയിക്കുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭയിലെ കണക്കനുസരിച്ച് അവരിപ്പോൾ ഒന്നാമത് നിൽക്കുകയാണ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു വളർച്ച അത് കോൺഗ്രസിന് ഒരു ക്ഷീണം വരുത്തിക്കൊണ്ടാകില്ലേ? തീർച്ചയായും. കാരണം ഞാനതാണല്ലോ പറയുന്നത്, LDFന്റെ ഐശ്വര്യം എന്നതാണ് NDA ആണ്. കാരണം NDA ഇവിടെ വളർന്നു, അതായത് BJPയുടെ നേതൃത്വത്തിലുള്ളത്. ആ വളർന്നപ്പോൾ അതിന്റെ വോട്ട് വിഹിതം നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് മഹാഭൂരിപക്ഷം വോട്ട് പോയിരിക്കുന്നത്. LDFന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചെറിയ തോതിൽ പോയി കാണും. എന്നാൽ വലിയൊരു ചോർച്ച കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം 2-3 സീറ്റ് തന്നെ
ജയിക്കുന്നത് എന്താണ്? NDA നിന്ന് മത്സരിച്ചതുകൊണ്ടല്ലേ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ഇവിടെ ഇരിങ്ങാലക്കുട നിന്ന് ത്രികോണ മത്സരത്തിൽ ജയിച്ചത് ആരാണ്? പണ്ട് ഉണ്ണിയാടൻ ജയിച്ചിട്ടിരുന്നതല്ലേ. അതുപോലെ തന്നെ വർക്കല കഹാറ് എങ്ങനെ തോറ്റുപോയി? അതോടൊപ്പം തന്നെ ചെങ്ങന്നൂര് ത്രികോണ മത്സരം എന്നുകൊണ്ടല്ലേ സജിച്ചെറിയാൻ ജയിക്കുന്നത്. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഈ ത്രികോണ മത്സരത്തിൽ BJP കൂടുതൽ വോട്ട് പിടിക്കുന്നതോടുകൂടി തന്നെ ഇടതുപക്ഷത്തിന്റെ സീറ്റ് വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നു. കോൺഗ്രസ് ബലഹീനമാകുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും LDF തന്നെ തുടർന്നും ഭരിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം വിജയിച്ച MLA ആയി. അന്ന് വീട്ടിലേക്ക് വരേണ്ട എന്നാണ് അങ്ങ് പറഞ്ഞതെന്നാണ് ഞാൻ ഓർക്കുന്നത്. കുട്ടി സതീശൻ എന്നാണ് P. സരിൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിച്ചത്. അന്നല്ല വരണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും എന്നെ കാണുന്നതിനകത്തോ ഞാൻ വഴി നിശ്ചയിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരാണ് എൻ്റെ വീട്ടിൽ വരരുതെന്ന് നിഷേധിക്കപ്പെട്ടു. സുധീരൻ KPCC പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ് കോൺഗ്രസ് നേതാക്കന്മാർ എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് വിലക്ക് നടത്തിയത് അവരാണ്. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. കോൺഗ്രസ്സുകാർ എന്നെ അതായത് SNDP ജനറൽ സെക്രട്ടറി കേസിൽ കുടുക്കിക്കൊണ്ട് എന്നെ അകത്താക്കാൻ ശ്രമിച്ചതും സുധീരനാണ്. അതിന് പെറ്റീഷൻ കൊടുത്തതും സുധീരനാണ്. KPCC പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ ആലുവായി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ. പക്ഷെ അതിൽ ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, സത്യസന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാദഗതിയെ തള്ളിയാണ് ചെയ്തത്. അപ്പോൾ പോലും ഞാൻ ആർക്കും എതിരല്ല. ഞാൻ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ വ്യക്തിഹത്യ നടത്തുവാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഒരുപാട് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ ജോലി ദിവസവും എന്നെ തെറി പറയായിരുന്നു ജോലി. അപ്പോൾ ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ട് പോലും അന്ന് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണെങ്കിലും വിലക്ക് ഉണ്ടായിട്ട് പോലും അന്ന് എന്നെ വരുന്ന രണ്ട് നേതാക്കന്മാരായിരുന്നു വക്കം പുരുഷോത്തനും അതുപോലെ ഇന്നത്തെ KPCC പ്രസിഡന്റും. അന്ന് KPCC പ്രസിഡന്റ് ആയിട്ടില്ല. അവർ വരുന്നത് ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ആര് വരുന്നത് നിശ്ചയിച്ചു? പിന്നെ ഇദ്ദേഹം വരുന്നത് നിശ്ചയിച്ചത് ഞാൻ ശങ്കറിന്റെ അതായത് നവംബർ 7th വേണ്ടിയിട്ട് ഇവിടുന്ന് 6ാം തീയതി പുറപ്പെട്ട് കരുനാഗപ്പള്ളി ചെന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത് കാണണമെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് പോയ ആൾ കാണണമെന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് കാണാനാണ്? എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു, വഴിക്ക് വെച്ച്. ഞാൻ പറയാൻ സാധിക്കില്ല, കാരണം ഞാൻ നല്ല തിരക്കിലാണ്. പോണ പാട്ടിൽ എനിക്ക് വല്ല പരിപാടികളുണ്ട്, അതുകൊണ്ട് വഴിക്ക് വെച്ച് കാണാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കാണാൻ നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത്. അന്നും ഈ പറയുന്ന സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങേണ്ട കാര്യമില്ല എന്ന് VD സതീശന്റെ പരാമർശം അന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങയുടെ ഒരു പിന്തുണ, അത് പാലക്കാട്ട് വേണം, പാലക്കാട്ട് വോട്ട് കിട്ടാൻ വേണം എന്ന് തോന്നിയിട്ടായിരിക്കാം വരാമെന്ന് വെച്ചത്. അതെ, വരികല്ലെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വരണമെന്ന് പറഞ്ഞ് നടന്നത്. മാത്രമല്ല ഞാനൊരു അഹങ്കാരം പറയുന്നില്ല. ആർക്ക് വേണമെങ്കിൽ എടുക്ക് വരാം, എന്നോട് സംസാരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഞാൻ പറയും. പക്ഷെ ഒരു കാര്യം എടുക്കണം, ഈ ആളുകൾ എന്നോട് ഒരു അപ്പോയിന്റ്മെന്റ് നേരത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാൻ പാടില്ല. ബാക്കി എല്ലാ നേതാക്കന്മാരും എന്നെ നേരത്തെ വിളിച്ചിട്ട് എന്നുണ്ടാകും എന്ന് ചോദിച്ചിട്ടാണ്. കഴിഞ്ഞ KPCC പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അവരെല്ലാം വളരെ മാന്യമായിട്ട് നേരത്തെ തന്നെ എന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വന്നത്. ഇദ്ദേഹം വഴിക്ക് വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ എന്ത് മര്യാദയാണ് കുഞ്ഞെ? അത് എന്തൊരു സംസ്കാരമാണ്. ഇപ്പോ കോൺഗ്രസിൽ ഇപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ പെരുമാറുന്ന നേതാക്കളുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വക്കം പുരുഷോത്തമനൊക്കെ എപ്പോഴും വളരെ പക്വമായും മാന്യമായും ഇടപെടുന്ന ആളുകളാണ്, എല്ലാവരുമായും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ VD സതീശന് അങ്ങനെയുള്ള ഒരു സമീപനമല്ല ഉള്ളത് എന്ന് താങ്കളുടെ ഒരു വ്യക്തിപരമായ അനുഭവമായി താങ്കൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണോ താങ്കളുടെ പിന്തുണ, അതോ കോൺഗ്രസിന് SNDPയുടെ പിന്തുണയുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്കോ കോൺഗ്രസിനോ എൻ്റെ യാതൊരു പിന്തുണയില്ല. കാരണം ഓരോരുത്തരും താരതമ്യപ്പെടുത്തി നിങ്ങൾ അഭിപ്രായം ചോദിച്ചു. VD സതീശനെ പറ്റിയും രമേശ് ചെന്നിത്തലയെ പറ്റിയും താരതമ്യ പഠനം നടത്തി നിങ്ങൾ ചോദിച്ചപ്പോൾ ഇവരെല്ലാം നല്ലപോലെ അറിയാവുന്ന ആളെന്ന നിലയിലും VD സതീശനായിട്ട് നല്ല ബന്ധത്തിൽ പറവൂർ എത്രയോ വേദികളിൽ പങ്കിട്ടുള്ള ആളാണ് ഞാൻ. അദ്ദേഹം നേതാവായപ്പോൾ സ്വരം മാറി, രീതി മാറി, ഭാവം മാറി, അങ്ങനെ വന്നപ്പോൾ ഞാനങ്ങ് വിട്ട്. രമേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് പദവി ഉണ്ടായിരുന്ന കാലത്താണെങ്കിലും പദവി ഇല്ലായിരുന്ന കാലത്താണെങ്കിലും അദ്ദേഹം ഒരു വിനയമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്.
ഒരിക്കലും അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാറില്ല. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചങ്ങനാശ്ശേരി എന്ന് 11 കൊല്ലം മാറ്റി നിർത്തിയെന്ന് പറയുമ്പോൾ പോലും ഞങ്ങളാരും അറിയണത് ഇപ്പോഴാണ്. ആ 11 കൊല്ലം മാറ്റി നിർത്തിയിട്ട് പോലും ചങ്ങനാശ്ശേരിയെ തള്ളിയോ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യമോ രമേശ് പറഞ്ഞിട്ടുണ്ടോ? അതാണ് രമേശിന്റെ ഗുണം. ഇദ്ദേഹമാണെങ്കിൽ എത്ര പ്രാവശ്യം ചീത്ത പറഞ്ഞു കളഞ്ഞേനെ. ഈ 11 കൊല്ലം ക്ഷമയോടുകൂടി കാത്തു നിന്ന ആ രമേശനെ ഇന്ന് മിസ്റ്റർ സുകുമാരൻ നായർ വിളിക്കുവാനുള്ള മനസ്സ് വന്നുവെങ്കിൽ ആ രമേശിന്റെ മാന്യതയും മര്യാദയും വിനീത വിധേയത്വവും വരെങ്കിൽ അവര് അണ്ണനും തമ്പിയാണ്. ഈ അണ്ണനും തമ്പിയും മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് ചങ്ങനാശ്ശേരിക്കാർക്ക് കൂടെ തോന്നിയത് കൊണ്ട് പിന്നെ രമേശിന്റെ ഈ 11 കൊല്ലത്തെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവർ വിളിച്ചുവെങ്കിൽ അത് നല്ല കാര്യമല്ലേ, തീർച്ചയായും പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന ഒരു നേതാവിന് മാത്രമായിരിക്കില്ലേ മത സാമുദായിക സംഘടനകളെയൊക്കെ ഒന്നിപ്പിക്കാൻ കഴിയുക? കാരണം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. ഉമ്മൻചാണ്ടി എല്ലാവരെയും ചേർത്ത് നിർത്താൻ ലീഗുമായിട്ടൊക്കെ വലിയ അടുപ്പമാണ്. രമേശ് ചെന്നിത്തലയ്ക്കായാലും സമാനമായ രീതിയിലാണ്. ലീഗിന് കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയാണ് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ മത സാമുദായിക സംഘടനകളെയും ബഹുമാനത്തോടെ ഒന്നിച്ചു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നിലവിൽ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയ്ക്കല്ലേ? അത് ശരിയാണ്, സഹോദരി പറഞ്ഞത് ശരിയായി. കാരണം ഒരു നേതൃഗുണമുണ്ട്. എല്ലാവരോടും, ശത്രുത്വനോടും മിത്രങ്ങളോടും അവിടെ മാന്യമായി പെരുമാറി നല്ല മെയ്വഴക്കത്തോടുകൂടി എല്ലാ സമുദായ നേതാക്കന്മാരെ കാണാനും പറയാനുമുള്ള ഒരു മെയ്വഴക്കമുള്ള നേതാവെന്ന നിലയിൽ ഇന്ന് കോൺഗ്രസിലുള്ളത് രമേശ് ചെന്നിത്തല മാത്രമാണ്. ബാക്കി ഓരോരുത്തരും അവരുടേതായ രീതിയും ഭാവവും പറഞ്ഞ് വിദ്വേഷം വിലക്ക് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആരുടെ ഒരു വിദ്വേഷം വിലക്ക് മേടിക്കാതെ വളരെ ഒരു നേതൃഗുണം, അനുയായികളെ സൃഷ്ടിക്കുന്നവനാണല്ലോ നേതാവ്. കോൺഗ്രസിലെ അനുയായി അല്ല കൂടുതൽ സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ പോലും സമൂഹത്തിനടുത്തും മറ്റ് സമുദായങ്ങളടക്കം ഏറെ മതിപ്പ് നേടുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ആ മതിപ്പൊന്നും ഈ VD സതീശന് ഇല്ല. വല്ല തറ പ്രസംഗം നടത്താനും തറപറ പറയാനും ആരോടും കൈ ചൂണ്ടിച്ചുകൊണ്ട് തന്തയുടെ പ്രായമുള്ളവനെ നമുക്ക് കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ധിക്കാരമായി പറയാനുമുള്ള ഒരു ആർജവമുള്ളൊരു നേതാവ് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഒരു നേതൃഗുണത്തോടുകൂടി ഒരു പ്രസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ളൊരു നേതാവായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഗ്രൂപ്പിന്റെ നേതാവായിട്ട് കൊള്ളാം, അല്ലാതെ പാർട്ടിയുടെ നേതാവായിട്ട് വളരാനുള്ള അല്ലെങ്കിൽ വളർത്താനുള്ള മെയ്വഴക്കമോ സ്വഭാവശുദ്ധിയോ അദ്ദേഹത്തിന് അശേഷമില്ല. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയോട് പണ്ട് മുതലേ ഉള്ള ഒരു സ്വീകാര്യതയാണ്, പാണക്കാട്ടായാലും ഒക്കെ. ലീഗിന് എത്ര കാലം ഇങ്ങനെ UDF-ൽ തുടരാൻ കഴിയും? പ്രത്യേകിച്ചും അധികാരത്തിൽ നിന്ന് 2 ടേമായി തുടർച്ചയായി മാറി നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ 3ാമത്തെ ടേമിലും അധികാരമില്ല ഇന്ത്യ മുന്നണിക്ക്. അപ്പോൾ എത്ര കാലം ലീഗിന് ഇങ്ങനെ UDF-ൽ തുടരാൻ കഴിയും? ഒരു മുന്നണി മാറ്റത്തിനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഒട്ടും കാണുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ മുന്നണി മാറ്റത്തിൽ ഇനി മാറി അവര് LDF-ലേക്ക് വരുമെന്ന് ഒരിക്കലും കണക്കാക്കണ്ട. LDF-ലേക്ക് വരികയോ LDF-ലേക്ക് മുസ്ലിം ലീഗിനെ എടുക്കുകയോ ചെയ്താൽ LDF-ന്റെ ഇന്ന് വരെ ഉണ്ടായിരുന്ന മുഖച്ഛായ അല്ലെങ്കിൽ മതിപ്പ് നഷ്ടപ്പെടുകയുള്ളൂ. അതിന് LDF തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തമ്മിൽ ഉള്ള ആശയപരമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ആശയപരമായി വളരെയധികം വ്യത്യാസങ്ങളുള്ള ആളുകൾ തമ്മിൽ ഭരണത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ലീഗ് വരുമ്പോൾ എന്നും എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു ഭരണത്തിന് ഇടതുപക്ഷം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ അവർക്ക് ഒരു അർഹമായ പരിഗണന കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും വയനാട്ടിലെ വിജയമൊക്കെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് മികച്ച പോളിംഗ് നടന്നത്. എന്നാൽ ലീഗിനെ ആ രീതിയിൽ എടുത്തു പറയാൻ, അവരെക്കുറിച്ച് ആ ഒരു പരിഗണന നൽകിക്കൊണ്ട് സംസാരിക്കാൻ നിലവിൽ പ്രതിപക്ഷ നേതാവിനടക്കം കഴിയുന്നുണ്ടോ? അല്ല, അവർക്ക് എന്താ ഇനി നേടാനുള്ളത്? അവർ പറയുന്ന എല്ലാം പ്രതിപക്ഷ നേതാവ് സാധിച്ചു കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ലേ? അവർക്ക് എതിരായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെന്ന് വടക്കാട്ട് കണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ടല്ലേ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരിക്കാത്ത ഇവർക്ക് എന്ത് പരിഗണന കൊടുക്കാനൊക്കും? പിന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ?
അധികാരത്തിലേക്ക് എത്താത്ത ഒരു മൂന്നാമത്തെ ടേം അത് UDF-ന്റെ ഒരു നാശത്തിലേക്കായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പരസ്പരം അടിച്ചു പിരിഞ്ഞ് കുറെ പേരൊക്കെ NDA-യുടെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക? സ്വാഭാവികമാണ്. ഇതിങ്ങനെ പോയാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതെ പോകും. നാവ് മാത്രമേ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കോൺഗ്രസിന്റെ എത്ര സീറ്റുണ്ട് ഇവിടെ? ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇന്ന് എത്ര സീറ്റ് കേരളത്തിലുണ്ട്? കോൺഗ്രസ് ഇത് കേരള കോൺഗ്രസ് തന്നെ എത്രയാണ്? അവർക്കെല്ലാം പങ്കിട്ട് കൊടുക്കും. കോൺഗ്രസ് കുറേ എടുക്കും, ലീഗിന് പങ്കിട്ട് കൊടുക്കും. ഘടകകക്ഷിക്കെല്ലാം പങ്കിട്ട് മേടിക്കാനും മേടിക്കൊടുക്കാനും നിർബന്ധിതമാകുമ്പോൾ അത് കൊടുക്കേണ്ട ദുർഗതിയിലേക്ക് ഇന്ന് കോൺഗ്രസ് പോയപ്പോൾ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ ഈ നേതാക്കളുടെയൊക്കെ താരതമ്യം പറഞ്ഞപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞ് അടുത്ത പുതിയതായി ഒരാൾ വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ SNDP-യുമായി അങ്ങുമായൊക്കെയുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അങ്ങ് K. സുരേന്ദ്രനെ വിലയിരുത്തുന്നത്? K. സുരേന്ദ്രനായിട്ട് എനിക്ക് വലിയ അടുപ്പമില്ല. കാരണം 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് അടുത്ത് മിസ്റ്റർ സുരേന്ദ്രനെ പറ്റി എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ആരെയാണ് നേതാവാക്കേണ്ടതെന്നും ആരെയാണ് നേതാവാക്കേണ്ടതില്ലാത്തതെന്നും അവരുടെ പാർട്ടി തീരുമാനിച്ച് അവർ ചെയ്തോളും. അതേത് പാർട്ടിയായാലും അത് അവരുടെ കടമയും അവരുടെ ധർമ്മമാണ്. അതിലൊന്നും ഞാൻ പറയുകയോ ചെയ്യുന്നത് ശരിയല്ല. ഈ പറയുന്ന രമേശിനോട് എനിക്ക് നല്ല അടുപ്പമാണ്, പണ്ട് തൊട്ടേ. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ നല്ല അടുപ്പവും അതുപോലെ പിണങ്ങി ഞാൻ മുമ്പോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായും ഈ പറഞ്ഞ BJP-യുടെ നേതാവായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇന്ന് രാവിലെ അങ്ങയുടെ പ്രഭാത നടത്തമൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്കൊപ്പം സംസാരിക്കാൻ തയ്യാറായതിൽ വ്യക്തിപരമായും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ സന്തോഷം. റിപ്പോർട്ടർ വളരെ കേമമായിട്ട് പോകുന്നുണ്ട്. താങ്ക് യു. പണ്ടത്തെ റിപ്പോർട്ടർ അല്ല, ഇപ്പൊ പുതിയ മുഖവും ഭാവവും നന്നായിട്ട് പോകുന്നതിൽ അഭിനന്ദിക്കുന്നു ഇന്നത്തെ നേതൃത്വത്തെ പ്രത്യേകിച്ചും. താങ്ക് യു. ആ അഭിനന്ദനം ഞങ്ങൾ ആ ഒരു സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. താങ്ക് യു. സെയിം ടു യു.